ഹായ് സുഹൃത്തുക്കളെ, കുട്ടനാട്ടിലേക്ക് സ്വാഗതം. കുട്ടനാടൻ കാഴ്ചകൾ നമുക്ക് കാണാം. ചെറിയൊരു തോണി തുഴഞ്ഞു പോകുന്ന ഒരു ചേട്ടൻ, തൊട്ടപ്പുറത്ത് 2 തോണികളിലായി മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാരും. തണ്ടാടി എന്ന് പേരുള്ള വല, അത്യാവശ്യം വലിയ കണ്ണിയുള്ള വല വേണം ഇവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കാൻ. അതല്ലെങ്കിൽ ഫിഷറിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിന് വിലക്കൽപ്പിച്ചിട്ടുണ്ട്. വലിയ മീനുകൾ മാത്രമേ അവർക്ക് പിടിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ വലിയ മീൻ, വാള മീനാണ് ഇവർ പിടിക്കാൻ ലക്ഷ്യം വെച്ചിട്ട് വലയിട്ടിരിക്കുന്നത്. 2 തോണിയിൽ ഒരു വല നീളത്തിലുള്ള വലയെ അങ്ങനെ ചുറ്റി സി ആകൃതിയിൽ കൊണ്ടുവന്ന് ചുരുളാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കും. ആ പങ്കായം വെച്ച് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് ആ വല പൊക്കിയെടുക്കുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവർക്ക് മീൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വലിയ മീനും ചെറിയ മീനും വേർതിരിച്ചാണ് പിടിക്കാൻ പാടുള്ളൂ. ചെറിയ മീൻ പിടിക്കാൻ പാടില്ല, അത് മീൻപിടുത്തത്തിന് എതിരാണ്. അത് ഗവൺമെൻറ് വിലക്കിയതാണ്. അപ്പോൾ വലിയ മീൻ മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഓരോ മീനും 1.5 കിലോ 2 കിലോ അങ്ങനെ 4 കിലോ ഒക്കെ ഭാരമുള്ള മീനുകളാണ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അതിമനോഹരമായ കാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത്. അപ്പോൾ ഈ 2 തോണിയിലായിട്ട് ഇവർക്ക് ഏറെക്കുറെ ഒരു 10-20 കിലോ മീൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഒരു ജീവിതമാർഗം. നിങ്ങൾക്കറിയാലോ, കുട്ടനാട് എപ്പോഴും കായലിനെ ആശ്രയിച്ചാണ് കഴിയണേ. കായലിലെ വെള്ളം അടുത്ത ഭാഗത്തേക്ക് മാറ്റി 2 കായൽ വഴികളായിട്ട്, ഒരു ഭാഗത്ത് കൃഷിയും മറ്റൊരു ഭാഗത്ത് വെള്ളവും. ഈ പ്രാവശ്യം ഈ സൈഡിൽ വെള്ളമാണെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റേ സൈഡിലേക്ക് ആ വെള്ളത്തിനെ മാറ്റിയിട്ടാണ് ഇവർ ഈ കൃഷി ചെയ്യണത്. അങ്ങനെ നെൽകൃഷിയുടെ ഇടയിലും മീൻ വളർത്തുന്ന ആളുകളുണ്ട്, അതുപോലെ കായലിലും വളർത്തുന്ന ആളുകളുണ്ട്. കക്ക ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ്. കക്ക വളർത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ വളർത്തുന്നവരുണ്ട്, കരിമീൻ വളർത്തുന്നവരുണ്ട്. അങ്ങനെ പല ഇനം മീനുകളും ഇവിടെ വളർത്താറുണ്ട്. അതൊക്കെ ഇങ്ങനെ പിടിച്ച് അതിനെ വിൽക്കുക, ഇതാണ് ഇവരുടെ യഥാർത്ഥ തൊഴിലെന്ന് പറയുന്നത്. പിന്നെ ഹൗസ് ബോട്ടുകളിലേക്കാണ് ഇവർ ഈ ജീവനുള്ള മീനിനെ കൊടുക്കുക. ഇതിനെ കൊല്ലാറില്ല. ഇപ്പോൾ അവരുടെ ആ മീൻ പിടിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടുത്തെ കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും ഈ വല തന്നെ വിരിക്കുകയും ചെയ്യും. ആ തോണിയിൽ കാണുന്നത് മീനാണ്, വലിയ വലിയ മീനാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും എനിക്ക് ഈ കൗതുകം നിങ്ങളെയും കൂടി കാണിച്ചു തരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുട്ടനാട് പോയപ്പോൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടാം കേട്ടോ.